ഹലോ എവരിവൺ. ഇപ്പോൾ CTTF-ന്റെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഓട്ടോമൊബൈലിൻ്റെ ബേസിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ് ഹീറ്റ് എഞ്ചിൻ. എന്താണ് ഹീറ്റ് എഞ്ചിൻ എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കി വായിക്കാം. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ വർക്ക് by operating in a cycle between a high temperature source and low temperature sink. Simple ആണ്. നോക്കിയാൽ എന്താ, ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് ഔട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹീറ്റ് എനർജി കൺവേർട്ട് ടു എന്താണ് മെക്കാനിക്കൽ എനർജി. ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ബൈ ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ ബിറ്റ്വീൻ ഹൈ ടെമ്പറേച്ചർ സോഴ്സ് ആൻഡ് ലോ ടെമ്പറേച്ചർ സിങ്ക്. എന്താണ്, ഇതൊരു സൈക്കിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുക. എങ്ങനെ? ഒരു ഹൈ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്നും ഒരു ലോ ടെമ്പറേച്ചർ സിങ്കിലേക്ക്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഹൈ ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യുന്നു, അത് ഒരു ബോഡി അബ്സോർബ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ പതിയെ കുറയ്ക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് മെയിനായിട്ട് ഒരു ഹീറ്റ് എഞ്ചിനിൽ മെയിനായിട്ട് നടക്കുന്നത്. എന്താ ഹീറ്റ് എഞ്ചിൻ വെച്ചാൽ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് പഠിച്ചു. എന്താണ് ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് H2M, ഹീറ്റ് ടു മെക്കാനിക്കൽ, അങ്ങനെ ആലോചിച്ച് നോക്കുക. അടുത്ത് എന്താണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിക്കോ. ദ എഞ്ചിൻ അബ്സോർബ് ദ ഹീറ്റ് QH. ഒന്നുമില്ല, ഇത് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് പോയിന്റ് ജസ്റ്റ് നോക്കി വെക്കുക. ദ എഞ്ചിൻ അബ്സോർബ് ദ ഹീറ്റ് ഫ്രം ദി ഹൈ ടെമ്പറേച്ചർ സോഴ്സ്. അതായത് ഹൈ ടെമ്പറേച്ചർ സോഴ്സിൽ നിന്നും എഞ്ചിൻ എന്താക്കുന്നു? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഹൈ ടെമ്പറേച്ചർ സോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ പെട്രോൾ എഞ്ചിനാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഫ്യൂവല് ആൻഡ് എയർ മിക്സർ എന്ത് ചെയ്യുന്നു? എഞ്ചിൻ്റെ അകത്ത് നിന്ന് കമ്പഷൻ നടക്കുന്നു. ആ ടൈമിലാണ് എന്താവുന്നത്? ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, നമ്മൾ ദ എഞ്ചിൻ അബ്സോർബ് ഹീറ്റ് ഫ്രം ദി ഹൈ ടെമ്പറേച്ചർ സോഴ്സ്, ഒന്നാമത്തത്. രണ്ടാമത് എന്താണ്, പാർട്ട് ഓഫ് ദിസ് ഹീറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ വർക്ക്. അതായത് ഈ ഒരു ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു ഹീറ്റിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെക്കാനിക്കൽ വർക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ എന്താ, ദ റിമൈനിങ് ഹീറ്റ് ഈസ് റിജക്റ്റഡ് ടു ദി ലോ ടെമ്പറേച്ചർ സിങ്ക്. അതായത് അവിടെ ഇത്രയും ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ വർക്കിനായിട്ട് എടുക്കുന്നു. ബാക്കി വരുന്ന ഫോർത്ത് പോർഷൻ എന്താക്കുന്നു? റിജക്റ്റഡ് ടു ദി ലോ ടെമ്പറേച്ചർ സിങ്ക്. ഒരു ലോ ടെമ്പറേച്ചർ സിങ്കിലേക്ക് റിജക്ട് ചെയ്യുന്നു വെച്ചാൽ ആ ബാക്കി വരുന്ന ടെമ്പറേച്ചർ ആ എവിടെയാണോ ആ പ്രോസസ്സ് നടക്കുന്നത് ആ ബോഡി അബ്സോർബ് ചെയ്ത് മാറ്റുന്നു. അതാണ് മൂന്നാമത്തെ വർക്കിംഗ് പോയിന്റ്. നാലാമത് എന്താ, ദ എഞ്ചിൻ ഓപ്പറേറ്റ്സ് ഇൻ എ സൈക്കിൾ സോ ഇറ്റ്സ് ഇന്റഗ്രൽ എനർജി റിമെയിൻസ് അൺചേഞ്ച്. എന്ന് വെച്ചാൽ ഇത് നടക്കുന്നത് ഒരു സൈക്കിൾ ആയിട്ടാണ്. സൈക്കിൾ എന്ന് വെച്ചാൽ എന്താ, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ, ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഇവിടെ വീണ്ടും ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, ഇവിടെ വീണ്ടും എന്താണ് അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സൈക്ലിക് പ്രോസസ് ആണെന്ന് മനസ്സിലായി. അടുത്തെന്താ, ബൈ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നോക്കിക്കോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതായത് തെർമോഡൈനാമിക്സിന്റെ ആദ്യത്തെ ലോ പ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ലോ എന്താ പറഞ്ഞത്? QH ഈക്വൽ ടു W ഔട്ട് പ്ലസ് QL. ഇതാണ് തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ. അപ്പോൾ നമുക്ക് എന്താണ് QH? എന്താണ് QH? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കോ, അബ്സോർബ്ഡ് ഹീറ്റ്, അതായത് നമ്മൾ അവിടെ നിന്ന് ഒരു ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞു, ആ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? QH എന്ന് പറയുന്നത്. QH എന്താണ്? അബ്സോർബ്ഡ് ഹീറ്റ്. അബ്സോർബ് ചെയ്ത ഹീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? QH എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കോ, എന്താണ് W ഔട്ട് എന്ന് പറയുന്നത്? W ഔട്ട് എന്താണ്? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത്? മെക്കാനിക്കൽ വർക്ക് W എന്ന് ആലോചിക്കുക. അപ്പോൾ W ഔട്ട് എന്താണ്? W ഔട്ട് മെക്കാനിക്കൽ വർക്ക്. മെക്കാനിക്കൽ വർക്കിനാണ് എന്ത് പറയുന്നത്? W ഔട്ട് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് ഇക്വേഷനിലുള്ളത്? QL അല്ലേ? QL എന്താണെന്ന് നോക്കിക്കോ. ഇവിടെ റിമൈനിങ് ഹീറ്റ് ഞാൻ പറഞ്ഞു, എന്താണ്, ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ മെക്കാനിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ QL എന്ന് പറയുന്നത് എന്താണ്? ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്ന ടെമ്പറേച്ചറാണ്. അപ്പോൾ അവിടെ ബാക്കി വരുന്ന ടെമ്പറേച്ചറാണ് എന്ത്? QL എന്ന് പറയുന്നത്. അപ്പോൾ QL എന്ന് വെച്ചാൽ റിമൈനിങ് അഥവാ ബാക്കി വരുന്ന ടെമ്പറേച്ചർ ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് QL എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇക്വേഷൻ നോക്കിക്കോ. ഇക്വേഷൻ എന്താ പറയുന്നത്? QH, അതായത് നമ്മൾ അബ്സോർബ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് വർക്ക് ചെയ്തതിൻ്റെയും അതേപോലെ തന്നെ എന്താണ്
റിമൈനിങ് ആയിട്ട് വരുന്ന ഹീറ്റിൻ്റെയും കൂടെ ഒരു സം ആയിരിക്കും എന്തെന്ന് പറയുന്നത് എൻജിൻ അബ്സോർബ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി എടുത്തു കഴിഞ്ഞാൽ എൻജിൻ അബ്സോർബ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് വർക്ക് ചെയ്ത്, അതായത് മെക്കാനിക്കൽ വർക്കിന് വേണ്ടി കൺവേർട്ട് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ ബാലൻസ് ആയി വരുന്ന ഹീറ്റിൻ്റെയും കൂടെ ഒരു സം ആയിരിക്കും QH എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതാണ് എന്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആലോചിച്ച് വെച്ചോ, ആ ഇക്വേഷൻ ആലോചിച്ച് വെക്കുക, ആ ടേംസ് ഒന്ന് ആലോചിച്ച് വെക്കുക. അടുത്തത് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഓരോന്ന് പഠിക്കും, എന്താണ് കാർനോട്ട് സൈക്കിൾ, കാർനോട്ട് എഞ്ചിൻ, അതൊക്കെ എന്താണ് എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എഫിഷ്യൻസി എന്താ, ഇതെന്താ അറിയോ, ഇതാണ് ന്യൂ. എന്താണ് ന്യൂ? ഈ ന്യൂ എന്ന് പറയുന്നത് എഫിഷ്യൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഇവിടെ എന്താ W ഔട്ട് ബൈ QH ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ് 1 മൈനസ് QL ബൈ QH. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒന്നിക്കെങ്കിൽ എന്താണ് വർക്ക്, ടോട്ടലി ചെയ്ത വർക്ക്, കൺവേർട്ട് ചെയ്ത വർക്ക് ഡിവൈഡർ ബൈ അബ്സോർബ് ചെയ്ത ഹീറ്റ്, അല്ലെങ്കിൽ 1 മൈനസ് ബാലൻസ് വന്ന ഹീറ്റ് വെച്ചാൽ റിമൈൻസ് ആയിട്ടുള്ള ഹീറ്റ് ഡിവൈഡർ ബൈ ടോട്ടലി അബ്സോർബ് ചെയ്ത ഹീറ്റ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ത് എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇക്വേഷനും ആ ടേംസും എന്താ ചെയ്യുക, ആലോചിച്ച് വെക്കുക. എങ്ങനെയാ വരുന്നത് ഇക്വേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. അടുത്ത എന്താണ് ഒരു ഫ്ലോ ചാർട്ടാണ് നമുക്ക് നോക്കാം. എന്താ TH നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും TH എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ സോഴ്സ്, എന്ത് സോഴ്സ് ആയിക്കോട്ടെ, ബേൺ ചെയ്തിട്ടുള്ളതോ എന്താ പെട്രോൾ ഫ്യൂവൽ കത്തിയിട്ടുള്ളതോ എന്താ ആയിക്കോട്ടെ, ഹൈ ടെമ്പറേച്ചർ സോഴ്സ് എന്താകുന്നു QH. QH വെച്ചാൽ ഹീറ്റ് അബ്സോർബ്, ഹീറ്റ് എഞ്ചിനാണ്. അപ്പം എന്ത് ചെയ്യുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. V ഔട്ട്, ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, വർക്കിന് വേണ്ടി കൊടുക്കുന്നു. എന്താണ് ഔട്ട്പുട്ട്, വർക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പോർഷൻ. മറ്റൊരു പോർഷൻ എന്താണ് QL, ഹീറ്റ് റിജക്റ്റഡ്, റിമൈൻസ് ആയിട്ട് വരുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. അത് ലോ ടെമ്പറേച്ചർ സിങ്കിലേക്ക് ആണ് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയും പോയിന്റ് ആലോചിച്ച് വെക്കുക. ഇതാണ് എന്ത് ഹീറ്റ് എഞ്ചിൻ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും ഒരു ഡീറ്റെയിൽസും. എന്താ ഇത്രയും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതെന്ത് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് പഠിച്ചു വെക്കുക. എന്താണ് ഹീറ്റ് എഞ്ചിൻ എന്നുള്ളതിന് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതും പഠിച്ചു വെക്കുക. അതേപോലെ എന്താണ് ഈ ഒരു 2 ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഇക്വേഷൻ്റെ ടേംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ശ്രദ്ധിച്ചോ, IC എഞ്ചിൻ. ഞാൻ നേരത്തെ പറഞ്ഞു 2 തരം എഞ്ചിനുകളുള്ളതിൽ ഒന്നാമത്തെ ടൈപ്പാണിത്. എന്ത് IC എഞ്ചിൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ, എന്താണ് IC അഥവാ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ എന്താണ് കമ്പസ്റ്റൻ, അല്ലെങ്കിൽ ഈ ഒരു കത്തുന്ന പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്, എഞ്ചിന്റെ അകത്താണ്. അതായത് ഈ ഒരു പോർഷനിൽ എഞ്ചിന്റെ അകത്ത്. അപ്പോൾ എന്താ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് ഒരു എന്താണ് ഇന്റേണൽ കമ്പസ്റ്റൻ എന്നുള്ള ഒരു ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്, നോക്കിക്കോ. An internal combustion IC engine is a heat engine in which the fuel burns inside the engine cylinder. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എഞ്ചിനാണ്. അവിടെ ഫ്യൂവൽ കത്തുന്നത് എവിടെ വെച്ചിട്ടാണ്, സിലിണ്ടറിന്റെ അകത്ത് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ എന്താ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പസ്റ്റൻ ഈസ് കൺവേർട്ടഡ് ഡയറക്ട്ലി ഇൻ ടു മെക്കാനിക്കൽ എനർജി. അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ, കമ്പസ്റ്റന്റെ ഭാഗമായിട്ട്. അപ്പോൾ കമ്പസ്റ്റന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കൺവേർട്ടഡ് ഡയറക്ട്ലി ഇൻ ടു മെക്കാനിക്കൽ എനർജി. നമ്മൾ നേരത്തെ പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്ത് ഹീറ്റിന്റെ ഒരു പോർഷൻ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് കൺവേർട്ടഡ് ഡയറക്ട്ലി ഇൻ ടു മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ആയിട്ട് ഡയറക്ട്ലി അതിനെ കൺവേർട്ട് ചെയ്യുന്നു. അതാണ് എന്ത് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇതൊന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഹീറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ IC എഞ്ചിൻ, IC എഞ്ചിന്റെ ഡെഫിനിഷൻ ആണിത്. എന്താണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, എന്താണ് പോയിന്റ് വൈസ് നോക്കിയോ. അപ്പോൾ ഇതെന്തായാലും ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത് എഴുതി വെക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ഫ്യൂവൽ ബേൺസ് ഇൻസൈഡ് ദി കമ്പസ്റ്റൻ ചേമ്പർ. പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ, മാക്സിമം ഒരു 6 പോയിന്റ് എഴുതി വെച്ചാൽ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, സിമ്പിൾ പോയിന്റ് ആണ്. ഈ ബേണിംഗ് നടക്കുക എവിടെയാ, സിലിണ്ടറിന്റെ അകത്ത് അല്ലെങ്കിൽ എഞ്ചിന്റെ അകത്താണ് ബേണിംഗ് നടക്കുന്നത്. രണ്ടാമത്തെ എന്താ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ് ദി പ്രഷർ ഓഫ് ഗ്യാസസ്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ് ദി പ്രഷർ ഓഫ് ഗ്യാസസ്. ഗ്യാസിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കിക്കോ, ദ ഹൈ പ്രഷർ ഗേജസ് പുഷ് ദി പിസ്റ്റൺ. അതായത് അവിടെ വരുന്ന ഹീറ്റ് കമ്പഷൻ ആകുമ്പോൾ അവിടെ ഒരു ഹൈ പ്രഷർ ഉണ്ടാവുന്നു. അത് ഈ ഒരു പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, താഴോട്ടേക്ക് പുഷ് ചെയ്യുന്നു. അടുത്ത് നോക്കിക്കോ, ദ പിസ്റ്റൺ മൂവ്മെന്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ റോട്ടറി മോഷൻ ബൈ ക്രാങ്ക് ഷാഫ്റ്റ്. നമ്മൾ കഴിഞ്ഞ സിമ്പിൾ ആയിട്ട് എഞ്ചിനെ ഡിസ്കസ് ചെയ്തപ്പോൾ ക്രാങ്ക് ക്യാമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇതാണ് ക്രാങ്ക് കേസ്, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ഈ പിസ്റ്റന്റെ താഴോട്ടുള്ള മോഷൻ എന്ത് ചെയ്യുന്നു, ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേറ്ററി മോഷന് സഹായിക്കുന്നു. അപ്പോൾ എന്താ സിമ്പിൾ ആയിട്ട് പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ക്രാങ്ക് കേസ് എന്ത് ചെയ്യുന്നു, ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു, ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷൻ ആയിട്ട് മൂവ് ചെയ്യുന്നു.
അടുത്ത് നോക്കിയോ, IC engines are widely used in cars, motorcycles, buses, tractors, generators. അതായത് ജനറേറ്റർ, ബൈക്ക്, കാർ, ബസ് എന്നിവയിലാണ് നമ്മളെ IC എഞ്ചിൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് എന്താണ്? കോമൺ ഫ്യൂവൽസ് യൂസ്ഡ് ആർ പെട്രോൾ, ഡീസൽ, CNG. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ CNG, ഈ 3 ഫ്യൂവൽസിൽ ഏതെങ്കിലും ഒന്നാണ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതിന്റെ കമ്പസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണ്? പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ, സ്പാർക്ക് പ്ലഗ് ഉണ്ടാകും, ഇതാണ് സ്പാർക്ക് പ്ലഗ്. അടുത്തെന്താണ്? ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എന്താണ്? കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ആയിരിക്കും. അപ്പോൾ സ്പാർക്ക് പ്ലഗ് മാറിയിട്ട് എന്താവും? ഫ്യൂൽ ഇഞ്ചക്ടർ ആവും. വരുന്ന സ്ലൈഡിൽ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം എന്താ, ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് മെയിൻ പാർട്സിലൂടെ ഒന്ന് നോക്കിപ്പോവാം. നമുക്ക് അറിയാവുന്ന പാർട്സുകൾ തന്നെയാണ്. എന്താണ്? ഒന്നാമത്തെ നോക്കിക്കോ, ഇൻലെറ്റ് വാൽവ് ഫോർ എന്തിനാണ്? വരുന്ന ഫ്യൂലിനെയും എയറിന്റെയും മിക്സ്ചറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് വാൽവ്. എക്സോസ്റ്റ് വാൽവ് എന്തിനാണ്? പുറത്തേക്ക് പോകുന്ന ഗ്യാസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്? എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് എന്താണ്? സിലിണ്ടർ അല്ലെങ്കിൽ പിസ്റ്റൺ. ഇതാണ് സിലിണ്ടർ, ഇതാണ് എന്ത്? പിസ്റ്റൺ. പിസ്റ്റൺ മൂവ്സ് ഇൻസൈഡ് ദി സിലിണ്ടർ. പിസ്റ്റൺ എന്താണ്? സിലിണ്ടറിന്റെ അകത്താണ് മൂവ്മെന്റ് നടക്കുന്നത്. അടുത്ത് നോക്കിക്കോ, എന്താണ്? കണക്റ്റിംഗ് റോഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ക്രാങ്ക് ഷാഫ്റ്റിനെയും പിസ്റ്റണെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? കണക്റ്റിംഗ് റോഡ്. അതായത് പിസ്റ്റന്റെ റെസിപ്രോക്കേറ്ററി മോഷനെ, താഴോട്ടും മുകളിലോട്ടുമുള്ള പിസ്റ്റന്റെ മോഷനെ റൊട്ടേറ്ററി മോഷൻ, കറക്കമാക്കി മാറ്റുന്ന സാധനമാണ് എന്ത്? കണക്റ്റിംഗ് റോഡ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് ഈ ഒരു എഞ്ചിന്റെ ഫിഗർ പഠിച്ചു വെക്കുക. അതേപോലെ എന്താണ്, ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ ഒരു 6 പോയിന്റ് എഴുതി വെക്കുക. അതേകൂടെ എന്താക്കുക, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു 3-4 എക്സാമ്പിൾസ് കൂടി അതിന് കൂടെ എഴുതി വെക്കുക. അപ്പോൾ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അടുത്തെന്താണ്? ഇൻഡക്ഷൻ. അതായത് നമുക്കിതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? 4 സ്ട്രോക്ക് ആയിട്ടാണിത് വർക്ക് ചെയ്യുക. അപ്പോൾ ആ 4 സ്ട്രോക്ക് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് വേണം. ഏതൊക്കെയാണ് നോക്കിക്കോ. ഒന്നാമത്തത് സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്ക് എന്താണ്? പിസ്റ്റന്റെ പൊസിഷൻ നോക്കിക്കോ. പിസ്റ്റന്റെ പൊസിഷൻ താഴോട്ടായിരിക്കും. സക്ഷൻ വരുന്ന സമയത്ത് എന്താണോ, ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു. അതേ ടൈമിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അടുത്തത് എന്താണ്? കംപ്രഷൻ സ്ട്രോക്ക്. നോക്കിക്കോ, പിസ്റ്റന്റെ മോഷൻ എന്താണ്? മുകളിലോട്ടാണ്. പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. ആ സമയം എന്താണ്? ഇവിടെ ഓൾറെഡി ബോത്ത് വാൽവ്സ് ആർ ക്ലോസസ്. 2 വാൽവും ക്ലോസ് ആയിരിക്കും. എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിന്റെ അകത്ത് ഉണ്ടാകും. മൂന്നാമത്തെ നോക്കിയോ, അതിനെ കംപ്രസ് ചെയ്യുന്നു. ടോപ്പിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെ കംപ്രസ് ചെയ്യുന്നു. ദ ലാസ്റ്റ് ടൈമിൽ മാക്സിമം കംപ്രഷൻ കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് ഫയർ ചെയ്യുന്നു. അവിടെ എന്താവുന്നു? ബേണിംഗ് നടക്കുന്നു. പ്ലഗ് പ്രൊഡ്യൂസസ് സ്പാർക്ക് ആൻഡ് കമ്പസ്റ്റൻ ടേക്സ് പ്ലേസ്. ഇതാണ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ നോക്കിക്കോ, പിസ്റ്റൺ താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? എക്സസ് ആയിട്ടുള്ള ഗ്യാസ് വരുന്നു. അധികമായിട്ടുള്ള ഗ്യാസ് എന്ത് ചെയ്യുന്നു? ഈ ഒരു എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് പോകുന്നു. 4 സ്ട്രോക്കുകളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാ? സെക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, എക്സോസ്റ്റ്. ഇതേ കാര്യം ഡീസൽ എഞ്ചിൻ നോക്കിക്കോ. ഡീസൽ എഞ്ചിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, പാർട്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവാം. ഇമ്പോർട്ടൻറ്റ് പാർട്സുകൾ ഏതൊക്കെയാ? സിലിണ്ടർ ഹെഡ് വരുന്നുണ്ട്, ഇൻലെറ്റ് വാൽവ് വരുന്നുണ്ട്, എക്സോസ്റ്റ് വാൽവ് വരുന്നുണ്ട്, എയർ ഇൻടേക്ക്. എന്തിനാണ്? നമ്മൾ പറഞ്ഞു, ഇതിന്റെ അകത്തേക്ക് വരുന്നത് എയർ ആണ്, എയർ ഫ്യൂവൽ മിക്സ്ചർ അല്ല, എയർ ആണ്. അടുത്ത നോക്കിക്കോ, സിലിണ്ടർ ബ്ലോക്ക്, പിസ്റ്റൺ, പിസ്റ്റൺ റിംഗ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ഓയിൽ സമ്പ്. ഇവിടെയാണ് ഓയിൽ ഉണ്ടാവുക. ഓരോ റൊട്ടേഷൻ സമയത്തും ഓയിൽ സിലിണ്ടർ അകത്തേക്ക് പോകുന്നു. എന്തിനാണ്? ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു പോർഷനാണ് എന്ത്? ഫ്യൂവൽ ഇഞ്ചക്ടർ. സിമ്പിളായിട്ട് പറഞ്ഞു, ഈ സ്പാർക്ക് പ്ലഗിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വർക്കിംഗ് നോക്കിക്കോ, സിമ്പിൾ വർക്കിംഗ് ആണ്. നേരത്തെ പോലെ തന്നെ സ്ട്രോക്കുകളൊക്കെ ഒന്ന് തന്നെ. സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, എക്സോസ്റ്റ്. നമ്മൾ ഇതിനെ ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നു, കംപ്രഷൻ എന്ന് പറയുന്നു. അടുത്തത് പവർ സ്ട്രോക്ക്. അതായത് മാക്സിമം പവർ വരുന്ന സ്ട്രോക്കിനെയാണ് എന്ത്? പവർ സ്ട്രോക്ക്. അതായത് മാക്സിമം നമ്മളെ കമ്പഷൻ നടക്കുന്ന സ്ട്രോക്കാണ് എന്ത്? പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. സക്ഷൻ, കംപ്രഷൻ. വർക്കിംഗ് സിമ്പിൾ ആണ്. എന്താണ്? നേരത്തെ പോലെ തന്നെ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വാക്വം ഉണ്ടാവുന്നു. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? എയറിനെ, പ്യുവർ ആയിട്ടുള്ള എയറിനെ സക്ക് ചെയ്തെടുക്കുന്നു, വലിച്ചെടുക്കുന്നു. അടുത്തത് പിസ്റ്റന്റെ മോഷനെ കൊണ്ടാണ് മേലോട്ടാണ്. പേര് കംപ്രഷൻ സ്ട്രോക്ക്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എയർ മാക്സിമം കംപ്രസ് ആവുന്നു. മാക്സിമം എയർ കംപ്രസ് ആയി കഴിഞ്ഞാൽ പിസ്റ്റന്റെ മോഷൻ അറ്റ് ദ പീക്ക്, അതായത് ഇവിടെ മാക്സിമം കംപ്രഷൻ നടന്നു കഴിയുമ്പോൾ ഇവിടെ എന്താകുന്നു? പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇഞ്ചക്ടറിൽ നിന്ന് കണികകളായിട്ട് ഫ്യൂവലിനെ സ്പ്രെഡ് ചെയ്യുന്നു. അവിടെ എന്താകുന്നു? ഈ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു എയറിലേക്ക് നമ്മൾ ഈ ഡീസലിനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് എന്താകുന്നു? അവിടെ ഒരു കമ്പഷൻ, അല്ലെങ്കിൽ അവിടെ കത്തുന്നു. ആ പവറിൽ എന്ത് ചെയ്യുന്നു? പിസ്റ്റൺ താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നു. എന്താണ്? പവർ സ്ട്രോക്ക്. ലാസ്റ്റിലത്തെ നോക്കിക്കോ, അടുത്ത പിസ്റ്റന്റെ മുകളിലോട്ടുള്ള മൂവ്മെന്റിൽ എന്താ സംഭവിക്കുക? എക്സോസ്റ്റിൽ ഇവിടെ കത്തിക്കഴിഞ്ഞ വായു എന്ത് ചെയ്യുന്നു? എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് പോകുന്നു. സിമ്പിൾ ആണ്. പെട്രോൾ എഞ്ചിന്റെ അതേ വർക്കിംഗ് ആണ്. വ്യത്യാസം വരുന്നത് എന്താണ്? ഇഞ്ചക്ടർ മാറിയിട്ട്, അതായത് സ്പാർക്ക് പ്ലഗ് മാറിയിട്ട് ഇഞ്ചക്ടർ ആവുന്നു ഡീസൽ എഞ്ചിനിൽ. പിന്നെന്താണ്? എയർ ഫ്യൂവൽ മിക്സ്ചർ പെട്രോൾ
എഞ്ചിനിലാണെങ്കിൽ ഡീസൽ എഞ്ചിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്യുവർ എയർ ആയിരിക്കും, മിക്സർ ആയിരിക്കില്ല. അത്രയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. വർക്കിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങൾ ആലോചിച്ച് വെക്കുക. അടുത്തത് എന്താണ് സ്പെസിഫിക്കേഷൻ. അതായത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. ജസ്റ്റ് നോക്കി പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. എഞ്ചിൻ ടൈപ്പ് 4 സ്ട്രോക്കാണ്, കംപ്രഷൻ ആണ്, ഇഗ്നീഷ്യൻ എഞ്ചിനാണ്. ഫ്യൂൽ യൂസ് ചെയ്യുന്നത് ഡീസലാണ്. കംപ്രഷൻ റേഷ്യോ, ഇതിന് ഓരോന്നിനും ഓരോ കംപ്രഷൻ റേഷ്യോ ഉണ്ട്. അതിനനുസരിച്ചാണ് ഓരോ സിലിണ്ടറിലും എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കി വെച്ചോ. 14:1 to 22:1 ആണ്. പിന്നെന്താണ് പവർ ഔട്ട്പുട്ട്, ഹൈ പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. കാരണം ഡീസൽ വണ്ടിക്ക് കുറച്ച് പവർ, നല്ല ടോർക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി ഹൈ ആയിരിക്കും. അടുത്ത് നോക്കിക്കോ, സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഗ്ലോ പ്ലഗ് യൂസ് ചെയ്യും. പിന്നെന്താ സ്പീഡ് ലോവർ ദാൻ പെട്രോൾ എഞ്ചിൻ. സ്പീഡ് വെച്ച് നോക്കുമ്പോൾ പെട്രോൾ എഞ്ചിനേക്കാളും സ്പീഡ് കുറവാണ്. ടോർക്ക് കമ്പയർ ചെയ്യുമ്പോൾ പെട്രോൾ എഞ്ചിനേക്കാളും ടോർക്ക് അധികമായിരിക്കും. ആപ്ലിക്കേഷൻ ട്രക്ക്, ബസ്, ട്രാക്ടേഴ്സ്. ജസ്റ്റ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെന്താ ഈ അഡ്വാൻറ്റേജിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാ? ഹൈ തെർമൽ എഫിഷ്യൻസി, ടെമ്പറേച്ചറിന്റെ എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. പറഞ്ഞു കഴിഞ്ഞു. ഇനീഷ്യൽ ടോർക്ക്, നല്ല ടോർക്ക് ഉണ്ടാവും, ടോർക്കും പവറും ഉണ്ടാവും. ബെറ്റർ ഫ്യൂൽ എക്കോണമി, അതായത് കുറഞ്ഞ ഫ്യൂവൽ എക്കോണമിയാണ് കമ്പയർ ടു പെട്രോൾ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ. പിന്നെന്താണ് ഡ്യൂറബിൾ ആൻഡ് ലോങ് ലൈഫ്. ഡ്യൂറബിൾ ആൻഡ് ലോങ് ലൈഫ് എന്ന് വെച്ചാൽ കുറച്ച് സ്ട്രോങ് ആണ്, അതേപോലെ തന്നെ കുറച്ച് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. സഫർ ഫ്യൂവൽ, അതായത് ഹൈ ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് എന്ന് വെച്ചാൽ മാക്സിമം ടെമ്പറേച്ചർ, അതായത് ഫ്യൂവൽ കത്താൻ വേണ്ട മാക്സിമം ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലാഷ് പോയിന്റ്. അപ്പോൾ ആ ഫ്ലാഷ് പോയിന്റ് ഇതിന് ഉണ്ടാവും. പിന്നെന്താ സ്യൂട്ടബിൾ ഫോർ ഹെവി ലോഡ്സ്. ഹെവി ലോഡ്സിന് സ്യൂട്ടബിൾ ആണ്. അടുത്ത അഡ്വാൻറ്റേജ് നോക്കിയോ, ഡിസഡ്വാൻറ്റേജ് നോക്കിയോ. ഇനീഷ്യൽ കോസ്റ്റ്, അതായത് കുറച്ച് പൈസ കൂടുതലാണ്. മറ്റുള്ള വാഹനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡീസൽ എഞ്ചിന് കുറച്ച് പൈസ കൂടുതലാണ്. അടുത്തെന്താണ് ഹെവിയർ ആൻഡ് ബൾക്കർ. കുറച്ച് ഹെവിയാണ്, അതുപോലെ തന്നെ കുറച്ച് ബൾക്കായിരിക്കും സൈസ്. പിന്നെന്താ നോയ്സർ ഓപ്പറേഷൻ. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. വൈബ്രേഷനും കുറച്ചധികം ഉണ്ടാവും. മെയിൻ്റെനൻസ് മറ്റുള്ള വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം മെയിൻ്റെനൻസ് ആണ്. മോർ NOx ആൻഡ് സൂട്ട്, അതായത് കുറച്ചധികം ഗ്യാസസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. അതിന് NOx ഗ്യാസും NOx ഗ്യാസും അതേപോലെ തന്നെ സൂട്ടും എമിറ്റ് ചെയ്യുന്നു. അടുത്ത ആപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ട്രക്ക്, ബസ്, ട്രാക്ടേഴ്സ്, ജനറേറ്റർ, കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്, ഡീസൽ കാർസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, വർക്കിങ്ങിൽ മീൻസ് യൂസ് ചെയ്യുന്നതിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് നോക്കുക, ഡിസഡ്വാൻറ്റേജ് നോക്കുക. പിന്നെന്താ ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻ എന്താണ്? എ ഡീസൽ എഞ്ചിൻ ഈസ് എൻ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഇൻ വിച്ച് ഓൺലി എയർ ഈസ് കംപ്രസ്ഡ് ഡ്യൂറിങ് ദി കംപ്രസീവ് സ്ട്രോക്ക്. അതായത് എയർ മാത്രമാണ് ഇവിടെ കംപ്രസ് ചെയ്യുന്നത്. ഫ്യൂവൽ നമ്മൾ ഇഞ്ചക്ടർ വഴി സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ ഇത്രയും നേരം നോക്കിയത് എന്തായിരുന്നു? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആയിരുന്നു. അടുത്താണെന്ത്? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. IC എഞ്ചിനിൽ നമ്മൾ എന്തൊക്കെ നോക്കി? പെട്രോൾ എഞ്ചിനും അതേപോലെ തന്നെ ഡീസൽ എഞ്ചിനും ഡിസ്കസ് ചെയ്തു. ഇതെന്താണ്? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണ്. എന്താണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ നോക്കിയാൽ ഡെഫിനിഷൻ എന്താണ്? An external combustion engine is an engine in which the fuel is burned outside the engine cylinder. ഈ ഒരു പോയിന്റ് ആണ് മെയിൻ ആയിട്ട് ആലോചിച്ച് വെക്കേണ്ടത്. ഫ്യൂവൽ ഈസ് ബേൺഡ് ഔട്ട്സൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ. എഞ്ചിൻ സിലിണ്ടറിന്റെ ഔട്ട്സൈഡിലാണ് ഫ്യൂവൽ ബേൺ ആവുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയതിന്റെ വെച്ചിട്ടുള്ള പ്രത്യേകത എന്താണ്? ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്യൂവൽ കത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? എഞ്ചിന്റെ അകത്ത് വെച്ചാണ്, പിസ്റ്റണിന്റെ അകത്ത് വെച്ചിട്ടാണ് ബേണിംഗ് നടക്കുന്നത്. ഈ ഒരു മൊമെന്റ് ആണ് പിസ്റ്റണെ താഴോട്ടും മുകളിലോട്ടുമുള്ള മോഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഈ ഒരു ചിത്രം നമുക്ക് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ ഇവിടെ കുറേ കോമ്പോണൻസ് ഉണ്ട് അധികമായിട്ടുള്ള. അതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം എന്താണെന്ന്. ജസ്റ്റ് ഇത് മാത്രം നോക്കി വെക്കാം. ഇതാണെന്ത്? ഫയർ കൊടുക്കുന്നതും കമ്പഷൻ നടക്കുന്നതും എവിടെയാണ്? ഇതാണ് എഞ്ചിന്റെ പോർഷൻ. എഞ്ചിന്റെ പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ വർക്കിംഗ് ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എഞ്ചിന്റെ പുറത്താണ് കമ്പഷൻ നടക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ കമ്പഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ പോയിന്റ് എന്താണ് എഴുതി വെക്കേണ്ടത്? ഹിയർ ഫ്യൂവൽ ഈസ് ബേൺഡ് ഔട്ട്സൈഡ് ദി കമ്പസ്റ്റൻ ചാമ്പർ ഓർ എഞ്ചിൻ സിലിണ്ടർ. ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് എഞ്ചിന്റെ പുറത്ത് വെച്ചിട്ടാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യ പോയിന്റ്. ഇവിടെ നോക്കിക്കോ, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ട്രാൻസ്ഫോർമഡ് ടു എ വർക്കിംഗ് ഫ്ലൂയിഡ് ആൻഡ് ദി ഫ്ലൂയിഡ് ഇൻ ടേൺ പ്രൊഡ്യൂസസ് മെക്കാനിക്കൽ പവർ. നമ്മൾ പുറത്ത് വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഒരു വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ വർക്കിംഗ് ഫ്ലൂയിഡിൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്
വാട്ടർ ആയിരിക്കും. മെയിനായിട്ട് വർക്കിംഗ് ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ആയിരിക്കും. ആൻഡ് ദ ഫ്ലൂയിഡ് ഇൻ ടേൺ പ്രൊഡ്യൂസേഴ്സ് മെക്കാനിക്കൽ പവർ. ആ വർക്കിംഗ് ഫ്ലൂയിഡിൽ എന്ത് ചെയ്യുന്നു, അതാണ് മെക്കാനിക്കൽ പവറായിട്ട് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ രണ്ട് പോയിന്റ്സ് ആണ് മെയിനായിട്ട് ഡെഫിനിഷനിൽ നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്. എന്തൊക്കെയാ? ഒന്നാമത്തത് കമ്പസ്റ്റൻ നടക്കുന്നത് എഞ്ചിന്റെ പുറത്ത് വെച്ചാണ്. രണ്ടാമത്തത് ഒരു വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, അതിനെ ഒരു മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ജസ്റ്റ് ആ ഫിഗർ നോക്കിക്കോ, നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഒന്ന് പഠിക്കാം. അപ്പൊ ജസ്റ്റ് ഞാൻ എന്താണ് കമ്പസ്റ്റിന്റെ പോർഷൻ, പുറത്തുള്ള പോർഷനാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, എന്തൊക്കെയാ വരുന്നത്? സ്മോക്ക് എക്സോസ്റ്റ്. എന്താണ്? സ്മോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് കളയണം. സേഫ്റ്റി വാൽവ് എന്തിനാണ്? ഓവർ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഓവർ പ്രഷറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ വാൽവ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ബോയിലർ എന്താണ്? ബോയിൽ എന്ന് വെച്ചാൽ എന്താണ്? തിളയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എങ്ങോട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു? ഒരു വാട്ടർ വർക്കിംഗ് ഫ്ലൂയിഡ്. ഇപ്പൊ എന്താണ്? അതിൽ ഈ ഒരു പൊസിഷനിൽ അല്ലെ ഈ ഒരു പോർഷനിൽ കിടന്ന് ബോയിലാവും, നല്ലോണം തിളയ്ക്കും. അപ്പോഴാണ് നമുക്ക് വേണ്ട വേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എടുത്ത് നോക്കിയോ, ഫർണസ് ചാമ്പർ. എന്താണ്? ഈ ഒരു തീ കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഫർണസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ എന്തായാലും എല്ലാവരും ഒന്ന് ജസ്റ്റ് മനസ്സിൽ ആലോചിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തെന്താണ്? ഹൈ പ്രഷർ സ്റ്റീം. അതായത് ഇവിടെ നമ്മൾ ബോയിൽ ചെയ്ത വാട്ടർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിംഗ് ഫ്ലൂയിഡ്, അതിലെന്തായിരിക്കും? സ്റ്റീം അല്ലെങ്കിൽ നീരാവി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള നീരാവി ഒരു ചെറിയ പൈപ്പ് വഴി കടന്നു പോകും. പൈപ്പിന്റെ സൈസ് കുറവാണെങ്കിൽ എന്തായിരിക്കും? അവിടെ കൂടെ പാസ് ചെയ്യുന്ന നീരാവിന്റെ പ്രഷർ വലുതായിരിക്കും. അപ്പോൾ ഹൈ പ്രഷർ സ്ട്രീം പാസ് ചെയ്യുന്നു. അത് നേരെ എങ്ങോട്ടാ കൊടുക്കുന്നത്? സ്റ്റീം എഞ്ചിൻ. ഇതാണ് എഞ്ചിന്റെ പോർഷൻ, രണ്ടാമത്തെ പോർഷൻ. ആലോചിച്ച് വെച്ചോ. അത് നേരെ സ്റ്റീം എഞ്ചിനിലേക്ക് കൊടുക്കുന്നു. സ്റ്റീം നമ്മൾ പറഞ്ഞു വേപ്പർ അല്ലെങ്കിൽ നീരാവി. അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത്. ആ സ്റ്റീം ഇതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ സ്റ്റീം എന്ത് ചെയ്യുന്നു? ആ സ്റ്റീം ഇതിലേക്ക് എത്തുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ആ സ്റ്റീമിന്റെ ഒരു പ്രഷർ നമ്മൾ ഓൾറെഡി അവിടെയും കണ്ട എന്താണ്? ഈ IC എഞ്ചിൻ നമ്മൾ എന്താണ് കണ്ടത്? അവിടെ ഈ കമ്പഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു പവറാണ് പിസ്റ്റണെ താഴോട്ടേക്ക് മോഹിപ്പിക്കുന്നത്. ഇവിടെ എന്താണ്? അതേപോലെ തന്നെ ഹൈ പ്രഷറിലുള്ളൊരു സ്റ്റീമാണ്. വ്യത്യാസം എന്താണ്? കമ്പഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഞ്ചിന്റെ പുറത്ത് വെച്ചാണ്. അടുത്ത് നോക്കിയോ, വാട്ടർ പമ്പ്. എന്തിനാണ് വാട്ടർ പമ്പ്? എക്സോസ്റ്റ് സ്റ്റീം. അതായത് ഇവിടെ ഇത് വർക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം എന്ത് ചെയ്യും? ബാക്കി സ്റ്റീം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. അത് എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്യുന്നു, അതായത് തണുപ്പിക്കുന്നു. സ്റ്റീമിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ വെള്ളം ചൂടാക്കിയപ്പോൾ നമുക്ക് സ്റ്റീം കിട്ടി. അപ്പോൾ സ്റ്റീമിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? തിരിച്ച് വാട്ടർ കിട്ടുന്നു. ആ വാട്ടർ എന്ത് ചെയ്യുന്നു? ഒരു വാട്ടർ പമ്പ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് എവിടെ നിന്നാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുവഴി എന്ത് ചെയ്യുന്നു? വാട്ടർ ഫീഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വർക്കിംഗ്. ഇതാണ് എന്ത്? സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാമിന് നോക്കേണ്ട രീതിയിൽ ഒന്ന് നോക്കാം. വർക്കിംഗ് നോക്കിയോ. ഫ്യൂൽ ഈസ് ബേൺഡ് ഇൻ എ ഫർണസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഫ്യൂൽ കത്തുന്നത് ഫർണസിന്റെ അകത്താണ്. ദ ഹീറ്റ് കൺവേർട്സ് വാട്ടർ ഇൻ ടു ഹൈ പ്രഷർ സ്റ്റീം. എന്ത് ചെയ്യുന്നു? ആ ഹീറ്റ് എന്ത് ചെയ്യുന്നു? വാട്ടറിനെ ഹൈ പ്രഷറുള്ള സ്റ്റീം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദ സ്റ്റീം ഈസ് സപ്പോർട്ടഡ് ടു ദി എൻജിൻ സിലിണ്ടർ ഫോർ ടർബൈൻ. ഈ സ്റ്റീം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? എൻജിന്റെ സിലിണ്ടറിനെയോ അല്ലെങ്കിൽ എന്താണ് ടർബൈനെയോ സപ്പോർട്ട് ചെയ്യുന്നു. ദ സ്റ്റീം എക്സ്പാൻഡ് ആൻഡ് പുഷസ് ദി പിസ്റ്റൺ ഓർ ടർബൈൻ ബ്ലേഡ്സ് ടു പ്രൊഡ്യൂസ് മെക്കാനിക്കൽ പവർ. എന്താണ് മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റീം എന്താണ്? പിസ്റ്റണെ പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്? ടർബൈൻ്റെ ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഫൈനൽ പോയിന്റ് നോക്കിക്കോ. ദ യൂസ്ഡ് സ്റ്റീം ഈസ് കൂൾഡ് ഇൻ ദ കണ്ടൻസർ ആൻഡ് ദ വാട്ടർ ഈസ് പമ്പ്ഡ് ബാക്ക് ഇൻ ടു ദി ബോയിലർ ഫോർ റീയൂസ്. എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു തണുപ്പിക്കുന്നു, സ്റ്റീമിനെ വെള്ളമാക്കുന്നു, അത് വാട്ടർ പമ്പ് ഉപയോഗിച്ച് തിരിച്ച് ബോയിലറിലേക്ക് പമ്പ് ചെയ്യുന്നു. എന്തിനാണ്? രണ്ടാമത്തെ റീയൂസിന്. ആ വാട്ടർ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിന്റെ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 സിമ്പിൾ ആയിട്ട് ആലോചിച്ച് വെക്കാൻ പറ്റുന്ന എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 പോയിന്റ് ആണിത്. ഈ ഒരു പോയിന്റ് എഴുതി ഈ ഒരു സ്കെച്ച് നമ്മൾ ജസ്റ്റ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്തായി? നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടി. മെയിൻ പാർട്സ് നമ്മൾ നോക്കി കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും ജസ്റ്റ് നോക്കി പോവാം. ബോയിലർ, ഫർണർ, സ്റ്റീം എഞ്ചിൻ, കണ്ടൻസർ, വാട്ടർ പമ്പ്. ഓരോന്നിൻ്റെയും എന്തിനാണ് വേണ്ടി യൂസ് ചെയ്യുന്നു? ഓരോക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ബോയിലർ എന്തിനാണ്? സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ, വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഫർണസ് എന്തിനാണ്? തീയിനെ കത്തിക്കാൻ, ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് ഫ്യൂവൽ എന്ന് പറയുന്നത് ഇവിടെ ഹീറ്റാണ്. അപ്പോൾ ഈ ഒരു ഫയർ അല്ലെങ്കിൽ ഹീറ്റ് കത്തിക്കാനുള്ളൊരു ഏരിയ. സ്റ്റീം എഞ്ചിൻ എന്താണ്? മെക്കാനിക്കൽ, അതായത് സ്റ്റീം എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. കണ്ടൻസർ എന്തിനാണ്? കൺവേർട്ട് ദി സ്റ്റീം ഇൻ ടു വാട്ടർ.
വാട്ടർ പമ്പ് അറിയാം, പ്രഷറൈസ് ചെയ്തിട്ട് കണ്ടൻസറിൽ വരുന്ന വാട്ടറിനെ തിരിച്ച് ബോയിലറിലേക്ക് എത്തിക്കുന്നു. നോക്കിക്കോ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അഡ്വാൻറ്റേജസ്. ക്യാൻ യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്യൂവൽസ്. എന്താണ്, നമുക്ക് പലതരത്തിലുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യാം. എന്തൊക്കെയാ? കോള്, വുഡ്, ഓയിൽ, ബയോമാസ്. ഇതൊക്കെ എന്താണ്, കത്തുന്ന സാധനങ്ങളാണ്. അടുത്ത് നോക്കിക്കോ, സ്മൂത്ത് ആൻഡ് ക്വിറ്റ് ഓപ്പറേഷൻ. അധികം സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്മൂത്ത് ആയിട്ട് വെള്ളം തിളയ്ക്കുന്നു. നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് എങ്ങനെയാണ് തിളയ്ക്കുന്നത് അതേപോലെ തന്നെ തിളയ്ക്കുന്നു. വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്ന സമയത്തില്ല. അടുത്ത പോയിന്റ് നോക്കിക്കോ, ലെസ് വൈബ്രേഷൻ ആൻഡ് വിയർ. അതായത് വിയറോ വൈബ്രേഷനോ തുരുമ്പിക്കലോ അല്ലെങ്കിൽ തേയ്മാനമോ സംഭവിക്കുന്നില്ല. കാരണം ടെമ്പറേച്ചർ ആണ് മെയിൻ ആയിട്ടുള്ള കോമ്പോണന്റ്. തീയാണ് കത്തുന്നത്, വാട്ടർ തിളയ്ക്കുന്നു. മെക്കാനിക്കലി ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് എക്സ്റ്റേണൽ കമ്പഷൻ, അതായത് പുറത്തുള്ള കമ്പഷൻ പ്രോസസ്സിൽ നടക്കുന്നില്ല. മെക്കാനിക്കൽ വർക്ക് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഈ ഒരു IC എഞ്ചിനിൽ വെച്ചാണ്. പിന്നെന്താണ്? സേഫ് ആൻഡ് വേരിയബിൾ. സേഫ് ആണ്, നമുക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അത് ഡിസഡ്വാൻറ്റേജസ് കുറച്ച് എന്തായാലും നമുക്കറിയാം, അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഡിസഡ്വാൻറ്റേജ്. നോക്കിക്കോ, ഹെവി ഇൻ സൈസ്. എന്താണ്, ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പസ്റ്റൻ നടക്കാനൊരു സെക്ഷൻ, അതേപോലെ തന്നെ വർക്ക് ചെയ്യാൻ വേറൊരു സെക്ഷൻ. ഈ ഒരു രണ്ട് സെക്ഷൻ ഉള്ളതുകൊണ്ട് എന്താണ്, മറ്റേ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ, അതായത് IC എഞ്ചിൻ വെച്ച് നോക്കുന്ന സമയത്ത് IC എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇത്ര മാത്രമേ IC എഞ്ചിൻ്റെ സൈസ് വരുന്നുള്ളൂ. പക്ഷേ ഇതിലെന്താണ്, ഈ ഒരു എൻറ്റയർ യൂണിറ്റ് വരുന്നത് കൊണ്ട് അത്യാവശ്യം വലിയ രീതിയിലുള്ള സൈസ് ഉണ്ടാവും. എഫിഷ്യൻസി കുറവായിരിക്കും, കാരണം ഒരു ഫ്യൂവൽ കത്തി ഉണ്ടാകുന്ന അത്ര എഫിഷ്യൻസി നമുക്ക്, അതായത് പെട്രോൾ ഡീസൽ പോലുള്ള ഫ്യൂവൽ കത്തി ഉണ്ടാകുന്ന അത്ര എഫിഷ്യൻസി നമുക്ക് ഇതിൽ കിട്ടില്ല. സ്റ്റാർട്ടിങ്, അതായത് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് വളരെ സ്ലോ ആയിരിക്കും. കാരണം വാട്ടർ ബോയിൽ ആവണം. നമുക്കറിയാം എത്രയാണ് വാട്ടറിന്റെ ടെമ്പറേച്ചർ, ബോയിൽ ആവാനുള്ള ടെമ്പറേച്ചർ 100°C. നമ്മളെ 100°C വാട്ടർ ബോയിൽ ആവുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈം എന്തായിരിക്കും, കുറച്ച് അധികം എടുക്കുന്നു. മോർ മെയിൻ്റെനൻസ്, കാരണം കുറച്ചധികം മെയിൻ്റെനൻസ് വരും, കാരണം കുറച്ചധികം കോമ്പോണൻസ് ഉണ്ട്. അടുത്ത് നോക്കിക്കോ, നോട്ട് സ്യൂട്ടബിൾ ഫോർ മോഡേൺ ഓട്ടോമൊബൈൽസ് ആൻഡ് സ്മോൾ വെഹിക്കിൾസ്. വാഹനങ്ങൾക്ക് ഒട്ടും സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്, നമുക്കറിയാം ഒന്നാമത്തെ ഇതിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു, അത്യാവശ്യം വലിയ സൈസ് ഉണ്ട്. രണ്ടാമത്തെ എന്താണ്, സ്റ്റാർട്ടിങ് ഭയങ്കര ഡിലേ ആയിരുന്നു. അതേപോലെ തന്നെ എന്താണ്, എഫിഷ്യൻസി കുറവാണ്. ഒരു തരത്തിൽ നമുക്ക് ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, സ്റ്റീം പവർ പ്ലാന്റ്. സ്റ്റീം ഉപയോഗിച്ചുള്ള പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നു. സ്റ്റീം ലോക്കോമോട്ടീവ് ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നില്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് അതിൽ യൂസ് ചെയ്യും. അടുത്തതാണ് സ്റ്റീം ഷിപ്പ്. പിന്നെന്താണ്, ഇൻഡസ്ട്രിയൽ സ്റ്റീം ടർബൈൻസ്. ഇത്രയും ഏരിയകളിലാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ്, IC എഞ്ചിൻ എന്താണ്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്താണ്, എന്താണ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് വെച്ചാൽ ഹീറ്റ് ഉപയോഗിച്ചിട്ട് മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നു. അതിൻ്റെ രണ്ടെണ്ണമാണ് IC എഞ്ചിൻ. IC എഞ്ചിനിൽ തന്നെ പെട്രോളും ഡീസലും, പിന്നെ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ. എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസിലും അതേപോലെ തന്നെ സ്റ്റീം ലോക്കോമോട്ടീവ്സിലുമാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.